സത്യത്തിൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന നിങ്ങൾക്കും എനിക്കും എന്ത് സേഫ്റ്റിയാണുള്ളത്? ലോകത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള യാത്രകളിൽ ഒന്ന് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെഡിറ്ററേനിയൻ കടലിടുക്കിലൂടെയോ അറ്റ്ലാന്റിക്കിലൂടെയോ ഉള്ള ഒന്നുമല്ല. ഇന്ത്യൻ റെയിൽവേയിലുള്ള യാത്രയാണ് ഏറ്റവും കഠിനമായ, ഏറ്റവും അഡ്വഞ്ചറസ് ആയ യാത്ര എന്ന് പറയേണ്ടി വരും. തൃശ്ശൂരിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ വിനോദ് കൊല്ലപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ടിക്കറ്റ് എക്സാമിനറാണ്, ഒരു നടനാണ്. എൻ്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ആ സെറ്റുകളിലൊക്കെ വന്നിട്ടുണ്ട്. വളരെ അടുപ്പം പുലർത്തുന്ന, വല്ലപ്പോഴൊക്കെ വിളിക്കാറുള്ള ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഒരു ടിക്കറ്റ് സംബന്ധമായിട്ടൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരു നല്ല സുഹൃത്ത് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. തൻ്റെ കൃത്യനിർവഹണത്തിനിടയിൽ ടിക്കറ്റ് എടുക്കാത്ത യാത്രക്കാരനോട് ടിക്കറ്റ് ചോദിച്ചതിൻ്റെ പേരിൽ അയാൾ തള്ളിയിട്ട് കൊന്നിരിക്കുകയാണ്. വിനോദ് 6 അടി പൊക്കമുള്ള ആളാണ്, വളരെ ആരോഗ്യകാർത്തനായ, പ്രതികരിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ്. അയാളുടെ ജോലി ചെയ്യുമ്പോൾ ടിക്കറ്റ് ചോദ്യം ചെയ്തതിന് അയാളെ തള്ളിയിട്ട് കൊന്നിരിക്കുന്നു. വളരെ ഭയാനകമായ, ഏറ്റവും ഭീഭത്സമായ കാഴ്ചയാണെന്നാണ് കണ്ടവർ പറയുന്നത്. നമ്മുടെ യാത്രകൾ എങ്ങനെ നമുക്ക് സേഫാക്കാൻ പറ്റും? സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു ട്രെയിനിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീരുമാനിക്കപ്പെടേണ്ട, നിയന്ത്രിക്കപ്പെടേണ്ട ഒരു ഉദ്യോഗസ്ഥനെ കൂടിയാണ് ഇപ്പോൾ കൊന്നിരിക്കുന്നത്. നമ്മുടെ റെയിൽവേയിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. ഇവരൊക്കെ എവിടെയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ പ്രതികരിക്കും, 2 ദിവസം കഴിയുമ്പോൾ ഇത് ചർച്ചയില്ലാതാവും. പക്ഷേ ഞാൻ പറയുന്നു, ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് യാത്രയായ ഇന്ത്യൻ റെയിൽവേയുടെ സെക്യൂരിറ്റി സിസ്റ്റം മാറ്റിയില്ലെങ്കിൽ മനുഷ്യനകത്ത് യാത്ര ചെയ്യാൻ ഭയമായിരിക്കും. അന്യസംസ്ഥാനത്തുള്ള ആരൊക്കെ വരുന്നു, എവിടെയൊക്കെ പോകുന്നു, ആരൊക്കെ ടിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു സിസ്റ്റവുമില്ല. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും അകത്തേക്ക് കയറാം, എങ്ങനെ വേണമെങ്കിലും കയറാം, എവിടെ വേണമെങ്കിലും ഇറങ്ങിപ്പോം. അപായച്ചങ്ങല പിടിച്ചാൽ മതി. അയാളെ അറസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ നല്ല ഫുഡൊക്കെ അടിച്ച് നമുക്ക് കുറച്ചുകൾ കഴിഞ്ഞിട്ട് അയാളുടെ നല്ല തടിച്ചു കൊഴുത്ത ശരീരം കാണാൻ പറ്റും. നഷ്ടപ്പെട്ടത് അടുത്ത ഒരു സുഹൃത്തിനെയാണ്. ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രം പ്രതികരിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ വേറെ വഴികളില്ല. ഏതായാലും ജനശ്രദ്ധ ആവശ്യമാണ്, പ്രതിഷേധം ആവശ്യമാണ്. നമ്മുടെ ജീവനാണ്, നമ്മളും നാളെ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യേണ്ടവരാണ്. അതുകൊണ്ട് പ്രതിഷേധിക്കുക, നമ്മുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുക. റെയിൽവേ സ്റ്റേഷനിൽ ഈ ഫ്ലൈറ്റിലെ പോലെ തന്നെ അകത്തേക്ക് കയറുന്ന ഓരോ ആളിനെയും ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാകുന്നതുവരെ നമുക്ക് പ്രതിഷേധിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിനോദിന് ആദരാഞ്ജലികൾ. നിൻ്റെ ആ ചിരിക്കുന്ന മുഖം ഒരിക്കലും മറക്കില്ല പ്രിയപ്പെട്ട കൂട്ടുകാരാ.